ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന എപ്പോഴും അറിയില്ല, എന്നാലും ഇരിക്കട്ടെ ഒരു ഗുഡ് മോർണിംഗ്. രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, വൈകുന്നേരം ആണെങ്കിൽ നാളത്തേക്കുള്ള അഡ്വാൻസ് ഗുഡ് മോർണിംഗ്. ഓക്കെ, എനിവേ അപ്പോൾ നമ്മൾ സൊലങ് വാലിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇന്ന് ആഷ്ലിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആഷ്ലി. താങ്ക് യു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വകയും ഒരു ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ഇന്ന് ആഷ്ലി ഇന്ന് ഡേറ്റ് കൂടെ പറയാം. നമുക്ക് ഇന്ന് February 28 ആണ്. ഈ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നറിയില്ല. ആൻഡ് നമ്മൾ സൊലങ് വാലിയിലേക്ക് പോവാണ്. അവിടുത്തെ മഞ്ഞൊക്കെ കണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഭയങ്കര ചൂട് മാഗി, അതായത് ചൂട് മാഗി അവിടെ പോയിട്ട് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്, കാരണം ഇവിടെ നല്ല തണുപ്പാണ്. രാവിലെയൊക്കെ -10 ആണോ 12 ആണോ എന്നൊന്നും അറിയില്ല, അത്ര തണുപ്പായിരുന്നു. -8. ഓക്കെ, എടാ അതിൻ്റെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ -8 10 അപ്പം അതെ -8 ആണെങ്കിലും നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ -8 നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ കണ്ട മഞ്ഞുമലകൾ കാണാം, അതാണ് നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഞ്ഞുമലയൊക്കെ നമ്മൾ TV-യിലൊക്കെ കണ്ടുള്ളൂ. ആദ്യം കണ്ടപ്പോൾ ഒരു സത്യം ആദ്യം കണ്ടപ്പോൾ ആ ഒരു ഇത് ഇവിടെ ചുണ്ടൊക്കെ ഡ്രൈ ആവും, നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവും കേട്ടോ. അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. നല്ല മോയ്സ്ചറൈസറൊക്കെ തേച്ച് നിൽക്കുവാണ്. അപ്പോൾ നമ്മളിന്ന് നേരെ സൊലങ് വാലി അവിടെ പോയിട്ട് ഇനി മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് ആ വീഡിയോസിനെ കാണിച്ചു തരാം. പൂരിയും നമ്മുടെ കടലക്കറി കഴിച്ചു. നമ്മളവിടെ ഉണ്ടാക്കുന്ന പോലെ അല്ല ഈ പൂരി എന്ന് വെച്ചാൽ. ഞാൻ പൂരി കഴിക്കാത്തതാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറി അടിപൊളി സെറ്റ്. വടയും ചട്നിയും പൊട്ടിക്കാൻ സൗത്ത് ഇന്ത്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ആരും. നമ്മൾ നേരെ സൊലങ് വാലിയിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ പോയി സ്നോ ഒക്കെ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യും. രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ കുറേ ലെയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി എങ്ങനെയാണെന്നറിയില്ല. സണ്ണുണ്ട്, അതുകൊണ്ടൊരു സമാധാനം. അപ്പോൾ നമ്മൾ നേരെ പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, കൂൾ. ബൈ. പിന്നെ സാർ ഹായ്. നോക്ക് മിസ്സേ, ഹായ് പറ മിസ്സേ. ഹായ് മിസ്. ഈ നടക്കുന്ന ആളെ കാണുന്നില്ല. നമസ്കാരം. നമ്മളിപ്പോ സൊലങ് വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജീപ്പിനകത്താണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ചേച്ചി? അതെ അതെ, പഞ്ചാബിലത് ഹിന്ദിയാ സാറേ. എന്താ സാറേ പഞ്ചാബി പാട്ടാണത്? ഈ കാലദശമയാ? പഞ്ചാബി വൈബ്സ് ആണ്. അങ്ങനെ സാറിന് ഒരിക്കലും തെറ്റ് പറ്റില്ല. സാർ പറഞ്ഞാൽ ശരിയാ. നമുക്ക് അടുത്ത് നോക്കാം. സാറിന് തണുക്കാത്തോണ്ട് തന്നെ സാർ കണ്ടില്ലേ, ക്യാപ്പ് ഒന്നും വെച്ചിട്ടില്ല, ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അതെ, പോരാ, തീരെ തണുപ്പ് പോരാ. ഇവിടെ നല്ല വലിയ വലിയ കല്ലൊക്കെ ഉണ്ടല്ലേ. തണുപ്പ് എങ്ങനെയുണ്ട്? മിസ്സിന്റെ അഭിപ്രായം പറ. തണുപ്പ് എങ്ങനെയുണ്ട്? എന്നോടാണോ? നല്ല തണുപ്പുണ്ട്. ഇപ്പൊ ഇച്ചിരി ചൂടെടുക്കുന്നുണ്ടെങ്കിലും തോന്നുന്നു. അതെ അതെ, മിസ്സിന് ഇങ്ങനെ പറയുന്ന നല്ല തണുപ്പാണ്. മിസ് വിറയ്ക്കോ, എല്ലാ നിമിഷവും വിറച്ചോണ്ടിരിക്കുക. ആക്ച്വലി ശിവദേ അപ്പൊ എന്താ ചേച്ചി, നമ്മളതിനെ കൂടി സൊലങ് വാലി. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിനെക്കാട്ടി മുന്നേ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വണ്ടി നിർത്തി. സംഭവം നമുക്ക് ഇതേപോലെ ജാക്കറ്റുകൾ, നമുക്ക് സ്നോ പോയിന്റിൽ പോകുമ്പോൾ ഇതേപോലെ ഫുള്ളി കവർ ചെയ്യുന്ന ജാക്കറ്റ്സ് ഇടണം. അപ്പോൾ അത് നമുക്ക് റെൻറ്റിന് അവിടെ മേടിക്കാൻ വേണ്ടി കിട്ടും കണ്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറി നമ്മളെല്ലാവരും നമ്മുടെ സൈസിനുള്ളതൊക്കെ അവിടെ നമ്മൾ നോക്കിയെടുക്കണം. അതേപോലെ ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 250 റുപ്പീസാണ് റെൻറ്റ്. അങ്ങനെ നമ്മളെല്ലാം അതൊക്കെ ഇട്ട് ഇങ്ങനത്തെ ഒരു ഫുൾ ബോഡി കവറിങ് ആയിട്ടുള്ള ഒരു രീതിയിലായി. നമ്മളൊക്കെ റൈഡർമാരായി. നമ്മളിപ്പോ മഞ്ഞുമലയുടെ നടുക്കാണ് നിൽക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ മഞ്ഞാണ്, പക്ഷെ നമ്മൾ ഇത്രയും എന്താ നമ്മൾ സൊലങ് വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുൾ മഞ്ഞും സെറ്റും പൊളി. നമ്മൾ ഇവിടുന്ന് ഇഴുകി എത്രയോ തവണ വന്നോണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയുണ്ട് ഗൈസ്. Gonna take it slow.
ഫസ്റ്റ് ടൈമാണ് സ്നോ അല്ലേ? അതേടി ഫസ്റ്റ് ടൈം ലൈഫിൽ ഫസ്റ്റ് ടൈം നമ്മൾ സ്നോയില്. നമ്മുടെ ചുണ്ടൊക്കെ ആക്ച്വലി ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാ നല്ല വെയിലൂടെ വിയർക്കുന്നുണ്ട്. കാര്യം ഇത് അത്രയും പണി എടുക്കുന്നുണ്ടാ. എനിക്കിതൊക്കെ ഊരിക്കായാൻ തോന്നുന്നു അത്രയും ചൂടൊക്കെ എടുക്കുന്നത്. കാര്യം നമ്മൾ നല്ലോണം നമ്മൾ ഈ മല ഒന്ന് കാണിച്ചത് ഈ സത്യം പറഞ്ഞാൽ ഓരോരോ ഇവിടെ ഇങ്ങനെ തട്ട്, പിന്നെ അതിന്റെ അടി വേറൊരു തട്ട്, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ തട്ട് കയറി കയറി ഞാൻ താഴെ. ഓ, ഈ മഞ്ഞ് കാരണം ഉണ്ടല്ലോ നമുക്ക് വീഴാനേ സമയമുള്ളത്. എത്രാമത്തെ തവണ ഞാൻ ഈ മഞ്ഞ് വീഴുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. പക്ഷെ എന്തായാലും ഇതൊരു രസമാണ്. ഇങ്ങനെ വീട് തളരും. ഓ മൈ ഗോഡ്, ഐ കാൺട്ട്. പിന്നെ എന്റെ 22nd ബർത്ത്ഡേ അന്നേരം ഞാൻ ഇത്ര എക്സസൈസ് ചെയ്തു. അതെ അതെ, ഒരു വർഷത്തിൽ ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ എക്സസൈസ് ഇവിടെ. അതെ അതെ, ആഷ്ലിയാണ് ആക്ച്വലി ബേർഡേ ആയിട്ട് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. ഇവിടെ എല്ലാവരും കട്ട പണിയെടുക്കും. അതായത് ഈ മല വലിഞ്ഞ് കയറുന്നതും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു, പിന്നെയും മല വലിഞ്ഞ് കയറും, അവിടെ നിന്ന് 10 കൂടെ വീഴും, പിന്നെയും കയറും, ആകെ തളരും. എന്നിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. പക്ഷെ നല്ല എനിക്ക് നല്ലോണം ചൂടെടുക്കുന്നത്. കാര്യം ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇത് നമ്മുടെ സ്നോ പോയിന്റ് ഇടുന്ന ഡ്രസ്സാണ് നമ്മൾ റെന്റിന് എടുക്കുന്നത്. അതിനോട് ഷൂവും കിട്ടും. കണ്ട ഷൂ ഉണ്ട്, അതിന്റെ കൂടെ നമുക്ക് ഈ ഡ്രസ്സും കിട്ടും. കൈ വേദനിക്കുന്നുണ്ടോ? ഓക്കെ, ശരി എന്നാ സൈനിങ് ഓഫ് കാണാം കേട്ടോ. കാര്യം കൈ വേദനിക്കുന്നതിന്. പിന്നെ തും ക്യാ ബനാത്തെ ഹേ? ഓ ലവ് നോക്കട്ടെ ഗായ്സ്, ഹാർട്ട് ബനാത്തെ. ഇത് എന്ത് തേങ്ങ പറയുന്നത്? ഇവിടെ ഹിന്ദി സംസാരിച്ച് എന്തൊക്കെയോ സംസാരിച്ച് എന്തൊക്കെയോ തേങ്ങ പറയും. ഹൈ കൊള്ളാടി, നല്ല ലവ്. അങ്ങനെ കുറേ നേരം നമ്മൾ മഞ്ഞിലൊക്കെ കളിച്ച് ഒരുപാട് ചില്ലൊക്കെ ചെയ്ത് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും തണുപ്പൊക്കെ ഒരുപാട് കൂടി തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ റെസ്റ്റൊക്കെ എടുത്ത് അവിടെ ഒരുപാട് എന്താ പറയുക നൂഡിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നല്ല വിലയാണ്. കാര്യം ഈ മലയൊക്കെ കയറിക്കൊണ്ട് വിൽക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നൂഡിൽസ് കഴിച്ച ആൻറ്റിയുടെ മോനാണ് കേട്ടോ ഇത്. അത് നമ്മൾ ഇത്രയും ജാക്കറ്റൊക്കെ ഇട്ട് അവിടെ പോയ സമയത്ത് ആ കുഞ്ഞു വാവ മഞ്ഞിലൊക്കെ ഭയങ്കര കൂളായിട്ട് കളിക്കുമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ആഗ്രഹമായിരുന്നു സോളാർ വാലി വെച്ച് നൂഡിൽസ്, ചൂട് നൂഡിൽസ് കഴിക്കുന്നു. അത്രയും പെട്ടെന്ന് അത് റിയലൈസ് ആവുമെന്ന് വെച്ചാൽ ഞാൻ റിയലൈസ് ചെയ്യാൻ പോവുകയാണ്. അത് കൊള്ളാം. സെറ്റല്ലേ? അതെ അതെ അതെ, ബർത്ത്ഡേ അന്ന് തന്നെ. താങ്ക് യു. സൈനിങ് ഓഫ്. അങ്ങനെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു സൊലങ് വാലിയിൽ വന്നിട്ട് ഹോട്ട് നൂഡിൽസ്. ആ ഒരു എന്താ പറയുക ചുറ്റും മഞ്ഞിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുമ്പോൾ കഴിക്കണം എന്ന്. അങ്ങനെ ആ ഡ്രീമൊക്കെ നടന്നു. അപ്പോൾ എന്താ പറയുക, ഇത്രയും മഞ്ഞും അതിൽ ഒരുപാട് അടിച്ച് പൊളിച്ച് നമ്മൾ ഒരു അടിപൊളി ഡേ ആണ് സൊലങ് വാലിയിൽ സ്പെൻഡ് ചെയ്തത്. ഇനി ഇങ്ങനെ ഒരു ഡേ ഒന്നും ലൈഫിൽ തിരിച്ചു വരുമെന്ന് അറിയില്ല. പക്ഷേ ഇത് എൻജോയ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അറ്റ്മോസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് അവിടുന്ന് ബൈ ബൈ പറഞ്ഞത്. അങ്ങനെ ഞാൻ മുഖം മാറ്റി, നല്ല തണുപ്പടിച്ചു തുടങ്ങി. നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി അല്ലേ? സോലങ് വാലിയുടെ നമ്മുടെ ഡേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ എവിടെ ഹഡിംബ ടെമ്പിളിൽ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ വിശേഷങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.